ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ളോഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ റോസ് പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു റോസല്ലേ, ബട്ടൺ റോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത്, റിപ്പോർട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള പോട്ടിംഗ് മിക്സ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഗാർഡൻ സോയിൽ എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ ഉള്ള മണ്ണാണ്. അപ്പോൾ ഇത് ഇത്തിരി ഒരു പശയുള്ള ടൈപ്പ് മണ്ണാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു ഉമി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എടുക്കുന്നത് അപ്ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മീൽ ആണ്. അതിലെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. എല്ലുപൊടിയും ചാണകപ്പൊടി അങ്ങനെയുള്ള ഓർഗാനിക് വളങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ മീൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 2 kg പാക്കറ്റ് കിട്ടുന്നതാണ്. 1 kg 2 kg ഒക്കെ ആയിട്ട് അത് വളത്തിൻ്റെ കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ഞാനൊരു പിടിയോളം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെർമി കമ്പോസ്റ്റാണ് പിന്നെ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലുപൊടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലുപൊടിയും ഒരു പിടിയോളം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഒരുപാട് അധികമല്ല, എന്നാലും നമ്മൾക്ക് മണ്ണിനനുസരിച്ച് കുറച്ചൊക്കെ എടുത്താൽ മതി. പിന്നെ ചാണകപ്പൊടി, ഇത്രയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് മണലില്ലാത്ത കാരണമാണ് ഞാൻ ഈ ഉമി കുറച്ചുണ്ടായിരുന്നപ്പോൾ ഉമി ഇട്ടു. ഉമി ഇടണമെന്നൊന്നുമില്ല, മണലോ അങ്ങനെ എന്തായാലും വെള്ളം നന്നായി വാർന്നു പോയാൽ മതി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ റോസിനെ അതിന് പോട്ടിൽ നിന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നതാകുമ്പോൾ തന്നെ അതിലൊരു പശപ്പുള്ളൊരു ഭയങ്കര പശയായിട്ടുള്ള ഒരു മണ്ണായിരിക്കും. അപ്പോൾ അതിനെങ്ങനെ ഇത് പ്ലാന്റ് പോട്ടിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഇളക്കിയതിന് ശേഷം അങ്ങനെ കൈയിപ്പോൾ ഞാൻ കാണിച്ചില്ലേ, അതുപോലെ വെച്ചിട്ട് പോട്ട് ഇങ്ങനെ കമഴ്ത്തി പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റുവശത്തും തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് ഇളകിയിട്ട് പ്ലാന്റ് നമുക്ക് കയ്യിൽ കിട്ടും. കണ്ടോ, ഇത് ഇങ്ങനെ, ഇത് അത്രയും കട്ടിയിലാണ്. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് ഇളകി പോകുന്നില്ല. അത്രയും കട്ടിയായിട്ടുള്ളൊരു മണ്ണാണ്. അതിൽ ആകെ വേരൊക്കെ അതിൽ ചുറ്റി പിടിച്ച് നമുക്ക് ഒന്ന് അടർത്തി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് വെള്ളത്തിൽ ഒക്കെ മുക്കിയിട്ടാണ് മണ്ണ് വേറെടുത്തുന്നത്. ഇത് ഈ മണ്ണോട് കൂടി കുറച്ചാവാം, കാരണം വേര് അതിൽ പിടിച്ചിട്ടുള്ളതാണല്ലോ. കാരണം കുറച്ച് മണ്ണ് അതിൽ വെക്കാം. അല്ലെങ്കിൽ ഈ മണ്ണ് മാത്രമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മണ്ണിൽ നിന്ന് വേരോട്ടം, നമ്മളുടെ പുതിയ ആ പോട്ടിംഗ് മിക്സിലേക്ക് വേരോട്ടം കിട്ടില്ല. അതിന് കട്ടിയിട്ട് ഇരിക്കും, ഒരു വളർച്ചയില്ലാതിരിക്കും. അപ്പോൾ ആ മണ്ണിന് കുറച്ചൊരു ഒട്ടുമുക്കാലും കളഞ്ഞിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ്. അപ്പോൾ അത് വെള്ളത്തിലൊന്ന് കഴുകി എടുക്കുമ്പോഴാണ്, വെള്ളത്തിൽ കുതിരുമ്പോഴാണ് ആ മണ്ണ് നിന്ന് വേറിട്ട് പോരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സൊക്കെ വെച്ചിട്ട് പുതിയൊരു പോട്ടിലേക്ക് അതിനെ പറിച്ച് നടാട്ടോ. അപ്പോൾ ഇതിൽ പോട്ടിൽ തന്നെ ആദ്യം നമ്മൾ മെറ്റലും ഒക്കെ ഇട്ട് കൊടുക്കുക. അതായത് അതിൻ്റെ ഹോൾസ്, അല്ലെങ്കിൽ മണ്ണും ചെന്നിട്ട് അടയും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും മോട്ടിങ് കഷ്ണമോ മെറ്റലൊക്കെ ഇട്ടിട്ട് ഹോൾസൊക്കെ ഒന്ന് അടച്ചിട്ട് പിന്നെ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടിംഗ് മിക്സിൽ വെച്ച് പ്ലാന്റും വെച്ചിട്ട് നിറച്ച് അതിനെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത്രയും വളങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ മുട്ടത്തോട് പൊടിച്ചതും കൂടിയും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് അത് ആഡ് ചെയ്യാതിരുന്നത്. മുട്ടത്തോട് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ ഈ മാസം ഇത് നല്ല ഫ്ലവർ ചെയ്യുന്ന ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് DAP കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ വേറൊരു പോട്ടിലും കൂടി ഉണ്ട് ഇതേ സെയിം പ്ലാന്റ് തന്നെ. അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസം മുന്നേ പോട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനും രണ്ട് ചെടികൾക്ക് ഞാൻ കുറച്ച് DAP ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇനി പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ സാധാരണ ഞാൻ റോസ് പ്ലാന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതിൽ മുട്ടത്തോടും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്, അതും കൂടിയും ഇട്ട് കൊടുക്കുക. ഇനിയും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് കയ്യിൽ കിട്ടുന്ന സമയത്ത് നന്നായി പൊടിച്ചിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ആക്ച്വലി
അപ്പോൾ ഇനി എനിക്കിത് കിട്ടുമ്പോൾ അതും കൂടി ഞാനിതിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ DAP നമുക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതല്ലേ, അപ്പോൾ നന്നായി വെള്ളം ഒഴിച്ചാൽ ഇതുപോലെ അടിയിൽ കൂടെ വാർന്നു പോകണം വെള്ളം. ഇല്ല എല്ലാ പ്ലാന്റ്സിനും അങ്ങനെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതെ ഉള്ള ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുക. അതുപോലെ തന്നെ പോട്ടിൽ മെറ്റൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ നല്ലൊരു പോട്ടി മിക്സാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. ഞാനെപ്പോഴും എൻ്റെ പോട്ടി മിക്സ് റോസിന് വേണ്ടിയിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കുക ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവാണ്. ചേർത്തിട്ടുള്ള സൂപ്പർ മീലൊക്കെ ഇതിന് പുതിയ തളിപ്പ് വരാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബൈ.